അനുവാദമാണ്. ഈ കാൺവെന്റ് എന്നൊക്കെ പറയുന്നത് പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന സ്ഥലമല്ലേ? നിയന്ത്രണത്തിന് വേണ്ടി ഒരു ചട്ടം, അത്ര തന്നെ. ആ ചക്രപാണിയെ കുറിച്ച് ഈ പറഞ്ഞതിൽ കൂടുതലൊന്നും അവൾക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് ആവശ്യമുണ്ടെങ്കിൽ അവളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് ഞാനൊരു തടസ്സമല്ല. അനുവാദം തന്നിരിക്കുന്നു. എന്താ? ഓ അച്ചോ, ആ മേസ്തിരി എന്താടോ? ആ മേസ്തിരി ഇതുവരെ വന്നില്ല. അപ്പൊ ലേ തിന്നു ഓടത്തില്ല എന്ന് സാരം. ആ ചെട്ടിയാരോട് ഞാൻ എന്നാ പറയൂ എന്റെ കർത്താവേ. ഇനി ഒന്ന് ഓൺ ചെയ്തേ. തമ്പുരാൻ കാത്തു. വലിയ ഉപകാരമായിപ്പോയി കേട്ടോ പണിക്കൽ സാറ്. നക്ഷത്രക്കാലം എണ്ണി നിൽക്കാതെ ഞാൻ വിഷയത്തേക്ക് നോക്കണ. ചവിട്ടി ഓടിച്ചു നാളെ ഓടി വന്നാലേ നന്നാക്കി തരാൻ പണിക്കൽ സാറിനെ കിട്ടത്തില്ല, മനസ്സിലായോ? പോലീസിൽ ചേരുന്നതിന് മുമ്പ് മെക്കാനിക്കലായിരുന്നു അല്ലയോ? അതിന് പോലീസിൽ കയറിയിട്ടും വലിയ വിശേഷമൊന്നുമില്ല. അവിടെ ഇതൊക്കെ തന്നെ പണി. അത് പറ. അങ്ങനെ വരട്ടെ. അതല്ലേ ഇത്ര വലിയ കൈത്തഴക്കം. സർ ഒന്നൊന്ന്. സീംസ് വെരി വെരി ഫാമിലിയർ. എവിടെയോ ഇതുപോലൊന്ന് കണ്ടിട്ടുണ്ട്, ഓർമ്മ കിട്ടുന്നില്ല. എവിടെയോ കണ്ടതുപോലെ. വിലാസ്ക് അച്ഛാ, ഇത് എന്തിന്റെ കോമ്പൗണ്ടാ? ആർക്കറിയാം? ശിവകാശിക്കാരൊരു ചെട്ടിയാറ് തന്ന ആറാ. മെറ്റലുണ്ട്, അയ്യോ അയാള് തരും. നമ്മൾ സാധനം അടിച്ചു കൊടുത്തേച്ചാ മതി. സ്ഥലം ശിവകാശി അല്ലയോ? വല്ല തീപ്പെട്ടി കമ്പനിയുടെയോ പ്രിന്റിംഗ് മെഷീന്റെയോ സാധനമായിരിക്കും. AK-47 ആന്റൺ കലനസ്കോവ് 47. ഇറാഖിലേക്ക് റോക്കറ്റ് വിട്ട് കളിക്കുന്ന അമേരിക്കയ്ക്കും ബംഗ്ലാദേശിനും ഒരുപോലെ പ്രിയപ്പെട്ടവൻ. ഈ സെമി ഓട്ടോമാറ്റിക് റൈഫിളോ ഇതിന്റെ യൂറോ അമേരിക്കൻ ഇമിറ്റേഷൻസോ ഉപയോഗിക്കാത്ത ഒരു മിലിറ്ററി ഫോഴ്സുമില്ല ലോകത്ത്, ഇന്ത്യ അടക്കം. പഴയ സോവിയറ്റ് യൂണിയനിൽ നിന്ന് പിരിഞ്ഞുപോയ പല സ്റ്റേറ്റുകൾക്കും ആഫ്രിക്കൻ ഏഷ്യൻ ടെററിസ്റ്റുകൾ ചെലവിന് കൊടുക്കുന്നത് വെറുതെ അല്ല, ഇവനാണ് പ്രതിഫലം. സംഘടിപ്പിക്കാൻ വളരെ ബുദ്ധിമുട്ടിയോ? അല്പം. ആർട്ടിലറി കോറിൽ ഒരു സീക്രട്ട് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്തു അറ്റകയ്ക്ക്. പോലീസിൽ അങ്ങനെ ഒരു വകുപ്പുണ്ട് പുതിയതായി. പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ വേറെ പെർമിഷൻ വേണം. അത് നമുക്കില്ല സാർ. ഉപയോഗിച്ച് നോക്കിയേ പറ്റൂ. പാടില്ല സാർ. അതിന് കോർട്ട് ഓർഡർ പോലെയുള്ള വാലിഡ് ഡോക്യുമെന്റ്സ് വേണം. എന്ത് ഭ്രാന്താണ് ഈ കാണിച്ചത്? ആർ യു റിയലി മാഡ്? ഇത് വട്ട് തന്നെയാ. വട്ട് തന്നെയാ. പക്ഷേ അത് ആർക്കൊക്കെയാണ്, ഏതിനൊക്കെയാണ്, എങ്ങനെയൊക്കെയാണെന്ന് അറിയണമെങ്കിൽ ഐ ഹാവ് ടു യൂസ് an AK-47. See the firing perfection. ഇത് ഒറിജിനൽ തന്നെയാ. Now I have to dismantle this gun. ഇത് അഴിച്ചു പറിച്ചതിന്റെ ആക്കോ ആണിയൊക്കെ ഒന്ന് ഇളക്കി പരിശോധിക്കണം. Come on, guys. See this. Come on. Use your brains. ഓർമ്മയില്ല? സൂക്ഷിച്ചു നോക്ക്. ഒരവനും ഓർമ്മയില്ല? മനസ്സിലായില്ല? Come on.
ബുദ്ധി ഉപയോഗിക്കുക. കമാൺ. എടാ മരത്തലയന്മാരെ, തലച്ചോറില്ല ഒരുവനും. കണ്ടിട്ടില്ല ഇതിനു മുമ്പ്? പ്ലീസ് യൂസ് യുവർ ബ്രെയിൻ. പിടികിട്ടിയില്ല അല്ലേ? ദാറ്റ് ഇസ് AK-47 റീവർബിംഗ് നോട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ KNOT നോട്ട്. നൗ ഐഡന്റിഫൈ. ഒറിജിനൽ ഏത്, ഡ്യൂപ്ലിക്കേറ്റ് ഏത്? കഴിയുന്നില്ല. യുവർസെൽഫ്. എക്സാക്ട്ലി സി. ഇനിയിപ്പോ തിരിച്ചറിയാതെ എങ്ങനെയാ ഇത് റീഫിറ്റ് ചെയ്യുന്നത്? ഈസി. ഈ റഷ്യൻ മെറ്റൽ അലോയുടെ തേർമൽ റെസിസ്റ്റൻസ് പവർ എന്ന് പറഞ്ഞാൽ 5000 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. പക്ഷെ അച്ഛന്റെ ഈ ഡ്യൂപ്ലിക്കേറ്റ് തരക്കേടില്ലാത്തൊരു കൊല്ലന്റെ ആലയെ കൊണ്ടുവച്ചാൽ ഉരുകി ഒലിക്കും. ഏറിയ 1200 ഡിഗ്രി സെന്റിഗ്രേഡ്. ഇമിറ്റേഷൻസ് ആർ സ്റ്റിൽ ഇമിറ്റേഷൻസ് ഓൺലി. ഇതിപ്പോ വന്ന് വന്ന് ഷെട്ടിയൊന്നും ഒരു ടാർഗറ്റേ അല്ലാതെ അവൻ വെറും ഫോർത്ത് റേറ്റ് ക്രൂക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു ക്രിസ്ത്യൻ മിഷണറിയിൽ ഇതൊക്കെ ഉണ്ടാക്കാന്ന് വെച്ചാ അതും ഒരു പ്രീസ്റ്റ്. എന്തൊരു ചങ്കൂറ്റം. ചങ്കൂറ്റമാണോന്ന് നിർബന്ധമൊന്നുമില്ല, അജ്ഞതയുമാകാം. സായിപ്പ് മൂക്കുകൊണ്ട് ഇക്ഷായും എണ്ണായും വരച്ചിട്ട് നടക്കാത്തൊരു കോമ്പിനേഷൻ ആണോ ഏതോ ഒരു പൗലോസച്ചൻ അതും ഒരു സെക്കൻഡ് ഹാൻഡ് കോയമ്പത്തൂർ ലെയ്ത്തും വെച്ച് നോന്നും പറഞ്ഞുണ്ടാക്കാമോ? അപ്സൈഡ് എന്ന് പറഞ്ഞു വെറുതെ തള്ളിക്കളയരുത് സാർ. ഒരു ഡൗട്ട്, ഞാൻ ചുമ്മാ ചോദിച്ചോട്ടെ. ആ കത്തനാരാച്ചനെ പൊക്കിയ എന്തെങ്കിലും തടഞ്ഞാലോ? ധൃതി പാടില്ല. മതന്യൂനപക്ഷം, ക്രിസ്ത്യൻ പുരോഹിതൻ, ഞാനൊരു മുസ്ലിം. ഇറ്റ്സ് എ വെരി ഡെലിക്കറ്റ് ഏരിയ. രാജ്യം ചിലപ്പോ കത്തും. എന്ത് ചെയ്യും സർ?